നമ്മുടെ SSC MTS അതുപോലെ ഹവിൽദാർ പോസ്റ്റിന് ആവശ്യമായിട്ടുള്ള സ്റ്റഡി പ്ലാൻ നമ്മൾ ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. 2 മാസം കൊണ്ട് ഇതിന് പഠിക്കേണ്ട കംപ്ലീറ്റ് സിലബസ് നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു സ്റ്റഡി പ്ലാൻ ആണ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ ഇതിനു മുമ്പ് നമ്മൾ ലൈഫ് ട്രാക്ക് ക്ലാസ്സിലൂടെ ഏകദേശം ഒരു വീഡിയോ ചെയ്ത സമയത്ത്, അതായത് SSC GD കോൺസ്റ്റബിളിൻ്റെ ഒരു വീഡിയോ നമ്മൾ അതിലൂടെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപാട് പേര് അതിൻ്റെ കാര്യങ്ങളൊക്കെ ചോദിച്ച്, സ്റ്റഡി പ്ലാനും കാര്യങ്ങളൊക്കെ ചോദിച്ച് ഡൗട്ട് ചോദിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷമാണ് ഇങ്ങനൊരു സെക്ഷൻ ഒരുപാട് പേർക്ക് ആവശ്യമാണെന്ന് മനസ്സിലായത്, അല്ലെങ്കിൽ സ്റ്റഡി പ്ലാൻ ആവശ്യമാണെന്ന് മനസ്സിലാവുകയും നിലവിൽ നമ്മളത് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പേര് പോളിലൊക്കെ അടയാളപ്പെടുത്തിയതാണ് ആവശ്യമാണെന്നുള്ളത്. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് 3 മണിക്കൂറാണ് ഡെയിലി ഇവിടെ നമ്മൾ അലോക്കേറ്റ് ചെയ്തിട്ടുള്ളതെങ്കിലും നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ അനുസരിച്ച് നിങ്ങൾക്ക് ഇത് മാറ്റാം. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ ജോലിക്ക് പോകുന്നവരുണ്ടാവും, അല്ല പഠിക്കാൻ പോകുന്നവരുണ്ടാവും, പല കാര്യങ്ങൾക്ക് എൻഗേജ് ആവുന്ന ആൾക്കാരുണ്ടാവും. സോ അതിൻ്റെ ഒരു ബേസിൽ എന്ത് ചെയ്യാം, ഈ ടൈം നിങ്ങൾക്ക് കൂട്ടിക്കൊണ്ടുവരാൻ സാധിക്കും. മിനിമം 3 ഹവറെങ്കിലും കൊടുത്തേ പറ്റത്തുള്ളൂ. ഇത് കൂട്ടിക്കൊണ്ടുവരാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അതിനനുസരിച്ച് നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടാക്കാനും സാധിക്കും. സോ 2 മണിക്കൂർ പഠിക്കാനും 1 മണിക്കൂർ ആ പഠിച്ചത് റിവിഷൻ ചെയ്യാനുമാണ് ഡെയിലി നിങ്ങൾ കൊടുക്കേണ്ടത്. റിവിഷൻ മുമ്പ് പഠിച്ചതെല്ലാം നിങ്ങൾ റിവിഷൻ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലതാണ്. കാരണം അതൊരിക്കലും നിങ്ങളുടെ ബ്രെയിനിൽ നിന്ന് പോവാത്ത രീതിയിൽ നിങ്ങൾക്ക് സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത് 2 മന്തിൻ്റെ, അതായത് 8 വീക്കിൻ്റെ 7 ഡേയ്സ് വീക്ക് പ്ലാൻ ആണ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. ആദ്യ വീക്കിൻ്റെ ഡെമോ ഇവിടെ ഞാൻ കാണിക്കുന്നുണ്ട്. വലിയ എമൗണ്ട് ഒന്നുമില്ല, ജസ്റ്റ് 14 രൂപയ്ക്ക് നിങ്ങൾക്കിത് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും. അതിന് മുമ്പ് നിങ്ങൾ ഈ കാര്യങ്ങളൊന്ന് മനസ്സിലാക്കുക. അപ്പോൾ ഫസ്റ്റ് മന്തിൽ ഫസ്റ്റ് വീക്ക് 1 to 4 വീക്ക് വരെ ഫസ്റ്റ് മന്തിൻ്റെ കീഴിലാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അവിടെ സൺഡേയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന മാത്സ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. റീസണിങ് കൊടുത്തിട്ടുണ്ട്, ഇംഗ്ലീഷ് കൊടുത്തിട്ടുണ്ട്, പിന്നെ റീസണിങ് പ്ലസ് റിവിഷൻ പ്ലസ് PYQ ആണ് പിന്നീട് അവിടെ നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾ കൊടുത്തതായിട്ട് കാണാൻ സാധിക്കുന്നതാണ്. പിന്നെ മാത്സിലേക്ക് മൺഡേ നമ്മൾ മാത്സിലേക്ക് വീണ്ടും കിടക്കുകയാണ്. LCM ആൻഡ് HCF, അതുപോലെ തന്നെ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി, നമ്മുടെ ഇതിൽ ജനറൽ നോളജിൽ ഏൻഷ്യൻ്റ് ഹിസ്റ്ററി പഠിക്കുന്നു, പിന്നെ ഇംഗ്ലീഷിൽ ആർട്ടിക്കിൾസ് പഠിക്കുന്നു, പിന്നെ റിവിഷൻ പ്ലസ് PYQസും നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. അതാ പറഞ്ഞത്, എത്ര ടൈം നമ്മൾ കൊടുക്കുന്നോ അത്രയധികം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിൽ എക്സലൻസ് നേടാനായിട്ട് സാധിക്കുന്നതായിരിക്കും. സോ ഇങ്ങനെ എല്ലാ സിലബസും കവർ ചെയ്യുന്ന രീതിയിൽ നിങ്ങൾക്ക് തന്നെ കാണാൻ സാധിക്കും. ഫസ്റ്റ് വീക്കിൽ തന്നെ ഓൾമോസ്റ്റ് ഒരുപാടധികം ഭാഗങ്ങൾ എല്ലാ സിലബസിൽ നിന്നും കവർ ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ ഒഫീഷ്യൽ സിലബസ് എടുത്തിട്ടുള്ള അതിനെ ഡിവൈഡ് ചെയ്തിട്ട് ഓരോരോ ആഴ്ചയിലേക്ക് നമ്മൾ കൊടുത്തിട്ടുള്ളതിൻ്റെ ഒരു ഭാഗമാണ് നിങ്ങൾ കാണുന്നത്. പിന്നെ സാറ്റർഡേ നമ്മൾ എത്തുന്ന സമയത്ത് നിങ്ങൾ ഈ പഠിച്ച സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് സാറ്റർഡേ വീക്കിലി റിവിഷനായിട്ട് നമ്മൾ കൊടുക്കണം എല്ലാ സബ്ജക്റ്റും. അതുപോലെ തന്നെ 100 മിക്സ്ഡ് MCQ ടൈംഡ് മോക്ക് ടെസ്റ്റും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നല്ലതായിരിക്കും. അതും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തൊക്കെയാണോ നമുക്ക് ഇറേഴ്സ് വരുന്നത് അത് അനലൈസ് ചെയ്യാനും കൂടി ഈ ഡേയിൽ നമ്മൾ എന്ത് ചെയ്യണം, യൂസ് ചെയ്യാനായിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ടൈം ടേബിളിൻ്റെ ഒരു പാറ്റേൺ എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ ഇത് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ പറഞ്ഞു 14 രൂപ മാത്രമേ വരുന്നുള്ളൂ. പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് നേരത്തായ നമ്മുടെ ടീമിൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ട്. ആ നമ്പറിൽ നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി, നമ്മുടെ ടീം പ്രൊവൈഡ് ചെയ്യുന്നതായിരിക്കും. അതിന് മുമ്പായിട്ട് ഇവിടെ ഒരു QR കോഡ് ഉണ്ട്. അതിൽ 14 രൂപ പേയ്മെൻറ്റ് ചെയ്തതിന് ശേഷം അവിടെ സ്ക്രീൻഷോട്ട് അയക്കാം. അല്ലെങ്കിൽ നമ്മുടെ സ്റ്റോറിൽ നിങ്ങളുണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് സ്റ്റോറും ഉണ്ട്, അതുപോലെ തന്നെ PDF മെറ്റീരിയലിൻ്റെ സ്റ്റോറൊക്കെ ഉണ്ട്. അതിൽ നിങ്ങൾ ഓൾറെഡി അംഗമാണെങ്കിൽ എന്ത് ചെയ്താൽ മതി, അവിടെ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ സ്റ്റോറിൻ്റെ ലിങ്ക് നേരത്തായി കൊടുത്തിട്ടുണ്ട്, അവിടെ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. സോ ഇതാണ് നമ്മുടെ സ്റ്റോർ എന്ന് പറയുന്നത്. ഇതിൽ നിങ്ങൾക്ക് ഈ ഒരു സ്റ്റഡി പ്ലാൻ ലഭ്യമാകുന്നതായിരിക്കും. നമ്മൾ പറഞ്ഞതുപോലെ തന്നെ SSCൻ്റെ ഏതൊക്കെ ഭാഗങ്ങളാണ് MTS ആൻഡ് ഹവിൽദാർ ഈ ഒരു പോസ്റ്റിലേക്ക് ഒരുപാട് പേർക്ക് എങ്ങനെ പഠിക്കണം, എന്തൊക്കെ എവിടെ നിന്ന് കൃത്യമായി പഠിച്ചു പോകാം, ഇതിലൊരു സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ഒരുപാടധികം പേരുണ്ട്. കോച്ചിങ്ങിന് പോകുന്നവരാണെങ്കിൽ പോലും ഇത് ആവശ്യമാണെന്ന രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ആ ഒരു റീസൺ കൊണ്ട് തന്നെയാണ് കറക്റ്റായിട്ട് ഏതൊക്കെ പഠിച്ചു പോകണം എന്നുള്ള രീതിയിൽ നമ്മളിത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. സോ അതിൻ്റെ ഫസ്റ്റ് വീക്കിൽ നമ്മളിപ്പോൾ കാണിച്ചൊരു സെക്ഷൻ ഇതിൻ്റെ അടിയിലായിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ടീമിൻ്റെ നമ്പറാണ്, ഇവിടെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് ലഭിക്കുന്നതായിരിക്കും. പിന്നെ ഇവിടെ നമ്മുടെ ഇമെയിൽ ID, മൊബൈൽ നമ്പർ കൊടുത്തിട്ട് ഗെറ്റ് ഇറ്റ് നൗ എന്നുള്ളത് ക്ലിക്ക് ചെയ്താൽ നമുക്കിത് പർച്ചേസ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ മാക്സിമം ഇത് സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക. താല്പര്യമുള്ളവർക്ക് ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. ഇനി 2 മാസം നിങ്ങൾ ഇത് കംപ്ലീറ്റ് ചെയ്തു തന്നെ ഒക്കെ, ഇപ്പോൾ വാങ്ങിയിട്ട് 2 മാസം കൊണ്ട് പഠിച്ച് കംപ്ലീറ്റ് ചെയ്താൽ വീണ്ടും അതേ സംഭവം റിവിഷൻ ചെയ്യാം. ഒരു സംഭവത്തിൽ കൂടുതൽ എക്സലൻസി നേടുന്നത് നമുക്ക് സക്സസ് കൂടുതൽ ഉണ്ടാകാനുള്ള സാധ്യത കൂട്ടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് വീണ്ടും ഇനി മുമ്പോട്ട് അത്യാവശ്യം സമയമുണ്ട്. SSC MTS എന്ന് പറയുന്ന ഒരു പോസ്റ്റിന് വേണ്ടി അത്ര ഡെഡിക്കേറ്റഡായി നിൽക്കുന്ന ഒരാളാണെങ്കിൽ വീണ്ടും എഗെയിൻ ആൻഡ് എഗെയിൻ അത് റിപ്പീറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് റേറ്റ് നല്ല രീതിയിൽ തന്നെ ഉയർത്താനും ആ ഒരു പോസ്റ്റിലേക്ക് എത്തിച്ചേരാനും സാധിക്കും. MTS നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത്യാവശ്യം കോമ്പറ്റീഷനുള്ളൊരു പോസ്റ്റാണ്. അപ്പോൾ അതിൽ റിപ്പീറ്റഡ് ആയിട്ട് അതിന് നമ്മൾ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ മാത്രമേ നമുക്കത് സക്സസ് നേടിയെടുക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. സോ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഇതുപോലുള്ള അപ്ഡേറ്റുകളും ബാക്കിയുള്ള ജോബ് അപ്ഡേറ്റും അലേർട്ടൊക്കെ കൃത്യമായി ലഭിക്കാൻ പ്രോപ്പറായി ഫോളോ ചെയ്യാനും മറക്കേണ്ട.